ഉറക്കത്തിൽ കുഴിയിൽ വീണോ? എത്ര ശ്രമിച്ചിട്ടും കണ്ണു തുറക്കാനാവുന്നില്ലേ? ഇത്തരത്തിൽ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചത് ഇതാണ്. വിശദീകരിക്കാം. എത്നിക് ഹെൽത്ത് കോഡ്. നല്ല ഉറക്കത്തിനിടെ കൊക്കയിലേക്കോ കുഴിയിലേക്കോ അല്ലെങ്കിൽ അഗാധ ഗർത്തത്തിലേക്കോ വീഴുന്നത് പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയത് സ്വപ്നമാണോ അതോ ശരിക്കും നടന്നതാണോ എന്ന് ഒന്ന് ചിന്തിക്കുമല്ലേ? ഒരിക്കലെങ്കിലും ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവരാകും നമ്മളിൽ പലരും. അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഇത്തരം ഒരു അവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടാകും. എന്താണ് ഇതിനൊക്കെ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് സ്ലീപ്പ് പാരാലിസിസ്. ഉറക്കത്തിനിടെ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായി തോന്നുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയും എന്നാൽ അനങ്ങാനോ പ്രതികരിക്കാനോ സാധിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയെയാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതോ അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് പോകുന്നതോ ആയ നിമിഷത്തിലാണ് പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ചിലർക്ക് ആഴത്തിലുള്ള കുഴിയിലേക്ക് വീഴുന്നത് പോലെയോ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടും കിടക്കയിൽ നിന്ന് എണീക്കാൻ സാധിക്കാത്തതുപോലെയും എന്തിന് വിരലനക്കാനോ കണ്ണു തുറക്കാനോ പോലും കഴിയാത്തതുപോലെ തോന്നുന്ന അവസ്ഥയാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമാണ് ഒരു വ്യക്തിയിൽ ഭീതിജനകമായ അവസ്ഥ സൃഷ്ടിക്കുക എന്നതും ശ്രദ്ധേയമാണ്. പലപ്പോഴും ഇതിന്റെ ലക്ഷണങ്ങൾ കൃത്യമായി പറയാൻ സാധിക്കുകയില്ലെങ്കിലും ചിലരിൽ ഉറക്കത്തിന് ശേഷവും ഇതേ അവസ്ഥയുണ്ടായതായി കൃത്യമായി ഓർക്കുന്നുണ്ടാവും. ഇതിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയാണ്. സംസാരിക്കാനോ അല്ലെങ്കിൽ ഇല്ലാത്ത വസ്തുക്കൾ, രൂപം എന്നിവ കാണുകയോ ചെയ്യാം. ചിലരിൽ അമിതമായി നെഞ്ചിൽ ഭാരം അനുഭവപ്പെടുന്നു. ചിലർക്കാകട്ടെ വളരെയധികം വെപ്രാളവും അതുപോലെ ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടും ഉണ്ടാവാം. പേശികൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥയും പലരിലും ഉണ്ടാവാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നതിന് ഇതുവരെയും കൃത്യമായ ഉത്തരമില്ല എന്നതാണ് ശാസ്ത്രലോകം പറയുന്നത്. എന്നാൽ ഉറക്കത്തിന്റെ പ്രതിസന്ധികൾ പലപ്പോഴും കൃത്യമല്ലാത്ത ഉറക്കം, മാനസിക സമ്മർദ്ദം, പലവിധത്തിലുള്ള ഉറക്ക തകരാറുകൾ, അമിതമായി ഉണ്ടാവുന്ന ആകാംക്ഷ എന്നിവയെല്ലാം ഇതിന്റെ കാരണങ്ങളാണ്. ചിലരിൽ ഇത് പാരമ്പര്യമായി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വെറും സെക്കൻഡുകൾ മാത്രമാണ് നിലനിൽക്കുന്നതെങ്കിലും പലപ്പോഴും ഇതിന്റെ ആഘാതം പലരിലും മാനസികമായ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. സ്ലീപ്പ് പാരാലിസിസ് എന്ന അവസ്ഥ പ്രതിരോധിക്കുന്നതിനു വേണ്ടി എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നത് ശ്രദ്ധേയമാണ്. അതിനായി ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായ ഉറക്ക ദിനചര്യ സൃഷ്ടിക്കുക എന്നതാണ്. അതിനായി 7 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക എന്നതാണ്. അതുപോലെ തന്നെ ഉറങ്ങുന്നത് പോലെ ഉണരുന്ന സമയത്തിനും വളരെയധികം പ്രാധാന്യം നൽകണം. കൂടാതെ രാവിലെ അല്പസമയം വ്യായാമം ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം. രാത്രി കിടക്കുന്നതിന് മുൻപ് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും നല്ലതാണ്. കൂടാതെ കാപ്പി, ചായ, പുകവലി, മദ്യപാനം എന്നിവ പൂർണ്ണമായും ഉറക്കത്തിന് മുൻപരുത്. അതോടൊപ്പം തന്നെ വയറു പൊട്ടുന്ന തരത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക.